IPL മാച്ച് നമ്പർ 42 ഇന്നലെ അവസാനിച്ചപ്പോൾ ടൂർണമെന്റിൽ ചിന്നസ്വാമിയിലെ ആദ്യ വിജയം RCB നേടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച രാജസ്ഥാൻ ബൌളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ വാച്ച്ഫുൾ ആയ രീതിയിലായിരുന്നു RCB ഓപ്പണേഴ്സ് മത്സരത്തെ സമീപിച്ചത്. പവർ പ്ലേയിൽ 51 നേടിയപ്പോൾ 7ാം ഓവറിലായിരുന്നു ആദ്യ വിക്കറ്റ് പോയത്. ശേഷം കോഹ്ലി പടിക്കൽ കൂട്ടുകെട്ട് ഒരിക്കൽ കൂടി ഒന്നിച്ചപ്പോൾ 2ാം വിക്കറ്റിൽ 95 റൺസിന്റെ പാർട്ണർഷിപ്പ് വന്ന് 200 എന്ന ടാർഗറ്റിലേക്ക് RCB നീങ്ങി. 15 മുതൽ 17 വരെയുള്ള ഓവറുകളിൽ പെട്ടെന്ന് 3 വിക്കറ്റ് പോയെങ്കിലും ടിം ഡേവിഡ്, ജിതേഷ് എന്നിവരുടെ ഫിനിഷിൽ 205-ന് 5 എന്ന നിലയിലാണ് RCB മത്സരം അവസാനിപ്പിച്ചത്. എക്സ്ട്രാ ബൗൺസും സ്പിന്നേഴ്സിന് ചെറിയ ഗ്രിപ്പും ഉണ്ടായിരുന്ന ട്രാക്കിൽ വളരെ കെയർഫുള്ളായി ഇന്നിംഗ്സ് ബിൽഡ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്യുക എന്ന നല്ല സ്ട്രാറ്റജിയായിരുന്നു RCB ഇന്നലെ നടപ്പിലാക്കിയത്. കോഹ്ലി ക്രീസിലുണ്ടായിരുന്നത് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാക്കി മാറ്റി. രാജസ്ഥാനെ നോക്കിയാൽ വളരെ മോശം ബൌളിംഗ് ചേഞ്ചുകളായിരുന്നു ക്യാപ്റ്റൻ പരാഗ് നടത്തിയത്. ഇൻഫാക്ട് എല്ലാ മത്സരത്തിലും കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് പോലെ ടൈലർ മെയ്ഡായ നിലയിലാണ് RRന്റെ ബോളിംഗ് ഇത്തവണ കാണപ്പെടുന്നത്. അല്ലാതെ ഗെയിമിന്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള മാറ്റങ്ങളല്ല അവിടെ കാണാൻ സാധിക്കുന്നത്. ആർച്ചർ സ്ട്രീമിംഗ് ഇന്നായി പവർ പ്ലേയിൽ പന്തെറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 2 ഓവറിന് ശേഷം ആർച്ചറെ മാറ്റി ദേശ്പാണ്ഡെയെ കൊണ്ടുവന്ന് റൺസ് കൊടുക്കാൻ നോക്കിയത്. കോഹ്ലിക്കെതിരെ നല്ല റെക്കോർഡുള്ള സന്ദീപിനെ 6ാം ഓവറിൽ ബാറ്റർ സെറ്റായതിനു ശേഷം മാത്രം കൊണ്ടുവന്നത്. സ്പിന്നേഴ്സിന് ഗ്രിപ്പുണ്ടായിരുന്ന ട്രാക്കിൽ തീഷ്ണയെ ഡ്രോപ്പ് ചെയ്ത ടീം സെലക്ഷൻ. പടിക്കലും കോഹ്ലിയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബെസ്റ്റ് ബോളറായ ആർച്ചറെ കൊണ്ടുവരാതെ ബാക്കി എല്ലാവരെയും ഇട്ട് തല്ലു വാങ്ങിക്കൊണ്ടിരുന്നതൊക്കെ വളരെ മോശം ടാക്ടിക്കായി മത്സരത്തിൽ കാണപ്പെട്ടിരുന്നു. ആർച്ചറെ 11ാം ഓവറിൽ തന്നെ കൊണ്ടുവരണമെന്ന് കമന്റേറ്റേഴ്സായ ഗവാസ്കറും മുരളി കാർത്തിക്കും പോലും മത്സരത്തിനിടയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സെൻസിബിളായ കാര്യം പോലും രാജസ്ഥാൻ ചെയ്തില്ല. നേരെ മറിച്ച് മത്സരത്തിന് മുൻപ് തീരുമാനിച്ചിരിക്കുന്നത് പോലെ തന്നെ ഡെത്ത് ബോളിംഗ് ചെയ്യാൻ മാത്രമായിരുന്നു ആർച്ചറെ യൂസ് ചെയ്തത്. താരം വന്നപ്പോൾ അവിടെ വിക്കറ്റ് വീഴാൻ തുടങ്ങിയിരുന്നു. സോ ഇത് കുറിച്ച് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ കുറച്ച് റൺസ് ടീമിന് സേവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് മത്സരം കണ്ടപ്പോൾ തോന്നിയത്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പവർ പ്ലേയിൽ 72 നേടി സ്ട്രോങ് ആയ സ്റ്റാർട്ടായിരുന്നു RRന് കിട്ടിയത്. എന്നാൽ ജയ്സ്വാൾ പവർ പ്ലേയിലെ അവസാന പന്തിൽ ഔട്ടായത് അവരെ ശരിക്കും അഫക്റ്റ് ചെയ്തു. പിന്നീട് വന്നവരെല്ലാം തന്നെ അറ്റാക്കിംഗ് ഇന്റന്റ് കാണിച്ചപ്പോൾ ടീമിന്റെ സ്കോറിംഗ് നന്നായി തന്നെ മുന്നോട്ട് പോയിരുന്നു. ധ്രുവ് ജൂറലായിരുന്നു ഗെയിം ഡീപ്പായി കൊണ്ടുപോയത്. എന്നാൽ കഴിഞ്ഞ 2 ഗെയിമിലും കണ്ടതുപോലെ തന്നെ ഫിനിഷിലേക്ക് എത്തിയപ്പോൾ രാജസ്ഥാന് പിന്നെയും കാലിടറി. 12 പന്തിൽ 18 എന്ന ഇക്വേഷൻ വന്നപ്പോൾ ഹേസൽവുഡിന്റെ 19ാം ഓവറായിരുന്നു മത്സരം കംപ്ലീറ്റ് ആയി മാറ്റിമറിച്ചത്. വെറും 1 റൺസ് മാത്രം വിട്ടുകൊടുത്ത ജൂറലിന്റെ ഉൾപ്പെടെ 2 വിക്കറ്റായിരുന്നു ഹേസൽവുഡ് ആ ഓവറിൽ നേടിയത്. അവിടെ ഗെയിം RCB സീൽ ചെയ്തു. ജിതേഷിന്റെ റിവ്യൂവും എടുത്തു പറയേണ്ട ഒന്നാണ്. ആരും ആക്ച്വലി ആ നിക്ക് സ്പോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. 4 ഓവറിൽ 33 മാത്രം വഴങ്ങി 4 വിക്കറ്റായിരുന്നു ഹേസൽവുഡ് നേടിയത്. റുണാൾ, സുയാഷ് എന്നിവരുടെ മിഡിൽ ഓവർ സ്പെല്ലും എടുത്തു പറയേണ്ടതാണ്. നല്ല പ്രഷർ രാജസ്ഥാന് കൊടുക്കാൻ ഇവരുടെ ബോളിംഗിന് സാധിച്ചിരുന്നു. വിജയത്തോടെ RCB പ്ലേ ഓഫിനരികിലേക്ക് 80% എത്തിയിരിക്കുമ്പോൾ രാജസ്ഥാന്റെ പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ഇനി 14 പോയിന്റ് എന്ന ഇക്വേഷനിലേക്ക് മാത്രമേ രാജസ്ഥാൻ എത്താൻ സാധിക്കൂ. അവസാനമായി മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ RCB 205 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 194 നേടാൻ മാത്രമേ രാജസ്ഥാന് സാധിച്ചുള്ളൂ. ഹേസൽവുഡാണ് കളിയിലെ താരം.